നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ പ്രിയരെ നമുക്കൊരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായി നൽകിയിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകലിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേക അപകടങ്ങൾ, അനർത്ഥങ്ങൾ, അനേക പ്രശ്നങ്ങൾ നിറയപ്പെട്ട ഒരു പകലും രാത്രി നമ്മെ വിട്ട് കടന്നുപോയി. എന്നാൽ അവിടെയെല്ലാം സർവശക്തൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ച് പരിപാലിച്ച ആ ദൈവസ്നേഹത്തെ ഓർത്ത് നന്ദി കരേറ്റാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ആമേൻ സ്തോത്രം പദ്ധതിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഒരു വീണ്ടെടുപ്പുകാരനായ ദൈവത്തിൻ്റെ മുൻപിലേക്ക് പിന്നെയും നമുക്ക് കടന്നു വരപ്പെടുവാൻ സ്വർഗമിടയാക്കിയല്ലോ. അനേക അപകടങ്ങൾ നിറഞ്ഞ ദിവസങ്ങൾ, അനേക അപകടങ്ങൾ, വിപത്തുകൾ, പല നിലയിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കാലഘട്ടങ്ങളും കാലഗതികളും ആമേൻ ഒന്നും തെളിയിക്കാൻ കഴിയാതെ മന്ദഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയാതെ മാനവരാശി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, കർത്താവ് അതായത് അതിൻ്റെതായ നിലയിൽ ആമേൻ ചന്തമായി ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത സാന്നിധ്യവും കർത്താവിൻ്റെ സംരക്ഷണവും ഈ ദിവസങ്ങളിൽ ദൈവകുഞ്ഞുങ്ങൾക്ക് ഏറെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ഒരു പ്രഭാതം കൂടെ ദൈവം ഒരുക്കിയല്ലോ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെ അല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ആമേൻ ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില വാക്കുകളാണ് ഇവിടെ നമ്മൾ ദൂതുകളായി കേൾക്കുന്നത്. നമുക്കറിയാം, ഹന്ന എന്ന ആമേൻ പ്രവാചകി ഒരു ആമേൻ കുഞ്ഞിനു വേണ്ടി ഏലിയുടെ ആലയത്തിൽ പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും തലമുറയ്ക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ട് ഏറ്റവും വാതിക്കലായിരിക്കുന്നു ദൈവപൈതലേ. കാരണം നീ കരഞ്ഞതും പ്രാർത്ഥിച്ചതും ഒരു മനുഷ്യൻ്റെ മുൻപിലല്ല, കേവലം ഒരു ഏലിയുടെ മുൻപിലല്ല അമ്മ കരഞ്ഞത്. ഏലി നോക്കുമ്പോൾ അവള് ലഹരി പിടിച്ചിരിക്കുന്നത് പോലെ, വീഞ്ഞു കുടിച്ചിരിക്കുന്നത് പോലെ അമ്മ ഏലിക്ക് തോന്നി. സ്തോത്രം. കാരണം കാഴ്ചകളൊക്കെ മങ്ങിപ്പോയി, കാണുവാൻ കഴിയാതെ കാഴ്ച മങ്ങി, തീരെ വൃദ്ധനായിരിക്കുന്ന പുരോഹിതൻ. എന്നാൽ ഏലി ഇത് കാണുമ്പോൾ, ഏലി ഇത് സംസാരിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ദൈവകുഞ്ഞെ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഹന്നയുടെ മുൻപിൽ ആമേൻ മനോവസനത്തോടെ മാറത്തടിച്ച് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അവളെ കരച്ചിലൊന്നും പുറത്താരും കേൾക്കുന്നില്ല, പക്ഷേ അവളുടെ ഹൃദയം വളരെ വേദനപ്പെട്ടിരിക്കുക. ആമേൻ. അവളെല്ലാവരും അവളെ ദുഷിക്കുന്നു, അവളെ പഴിക്കുന്നു. സ്തോത്രം. അവളെല്ലാവരും ഒരുപോലെ ചട്ടം കെട്ടി നിന്നിട്ട് അവളെ മാറ്റി നിർത്തി ഒരിടത്തും പോകാൻ പോലും കഴിയാതെ അവളൊരു കുഞ്ഞിൻ്റെ വിഷയത്തിൽ വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്നെന്നെ കേൾക്കുന്ന ആമേൻ ദൈവകുഞ്ഞെ, നിന്നെ ഭാരപ്പെടുത്തുന്നവരുടെ നടുവിൽ എൻ്റെ തലമുറയെ ഉന്നതങ്ങളിലെത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. എവിടെ ആരെല്ലാം ദൈവനാമത്തിന് ആമേൻ ഇറങ്ങിയ ശേഷം ഭാരമോ വേദനയോ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ശക്തമായി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഇല്ല, നിന്റെ വേദനകളെ എന്നേക്കുമായി മാറ്റുന്ന ഒരു ദൈവം നിന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, ഹല്ലേലൂയ. ആ 18-ാമത്തെ വാക്യമൊക്കെ നമ്മൾ കാണുമ്പോൾ, 17-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ
അവിടെ പറയുന്നത്, അതിന് ഏലി ആമേൻ സമാധാനത്തോടു കൂടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, ഏലിക്ക് മനസ്സിലായി ഇവളുടെ കണ്ണുനീരും ഇവളുടെ കരച്ചിലും ഇവളുടെ ആമേൻ ആ വേദന എല്ലാം ഏലി കണ്ടിരിക്കുക. സ്തോത്രം. സർവോപരി ഏലി നോക്കി നിൽക്കുമ്പോൾ പ്രത്യക്ഷത്തിലൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും അതിനപ്പുറം എല്ലാം അറിയുന്ന ഒരു ദൈവം ഇതിനകത്ത് വെളിപ്പെടുകയാണ്. കർത്താവിന് പല കാര്യങ്ങളും സംസാരിപ്പാനുണ്ട്. കർത്താവിന് പല ആമേൻ ദൂതുകളും പറയുവാനുണ്ട് ഹന്നയോട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുക. സ്തോത്രം. 18-ാം വാക്യം പറയുന്നു, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ച് അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. സ്തോത്രം. അപ്പോൾ അതുവരെ വാടിയിരുന്ന മുഖത്തെ കർത്താവ് അങ്ങ് പ്രസന്നതയാക്കി. സ്തോത്രം. ഇന്ന് പകലിൽ മുഖം വാടിയിരിക്കുകയാണോ, മനോവ്യസനത്തോടെ ഇരിക്കുകയാണോ? എന്നാൽ ഇന്ന് പകലിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി ആമേൻ ലഭിച്ചു എന്ന് ആമേൻ പൂർണ്ണമായും വിശ്വസിപ്പാൻ ഇന്ന് പകലിൽ തയ്യാറാകാമോ? എങ്കിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇവിടെ നമ്മൾ വായിച്ചത്, അതിന് ഹന്ന ഉത്തരം പറഞ്ഞത് ആമേൻ അങ്ങനെ അല്ല. ആമേൻ പാസ്റ്ററെ, അങ്ങനെ അല്ല. യജമാനനെ, പുരോഹിതനെ, അങ്ങനെ അല്ല. ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ ആമേൻ ഹന്നയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ പറയൂ, എന്നോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എന്നോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ഈ ഒരു പ്രഭാതം അപ്പാ ഞങ്ങളുടെ ആമേൻ അങ്ങയുടെ മുമ്പിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് സകല വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. സർവശക്തൻ അങ്ങനെ ചെയ്യുമാറാകണം. മനോവസ്ത്രത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ വെറുക്കപ്പെട്ടവരായി, മാറ്റി നിർത്തപ്പെട്ടവരായി, എല്ലാ തലത്തിലും ഒറ്റപ്പെടുത്തിയവരായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവം അവരുടെ മുഖത്തുനിന്ന് സങ്കടങ്ങൾ മാറ്റണം. അവരുടെ മുഖത്തുനിന്ന് ആമേൻ വിഷമങ്ങളെ മാറ്റണം. മനോവ്യസനങ്ങളെ മാറ്റി ഒരു വലിയ അത്ഭുതം ഇന്ന് പേർക്കാലം ചെയ്യുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.